ഹായ് ഫ്രണ്ട്സ്, ഇതുപോലത്തെ ചക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പലഹാരം ഉണ്ടാക്കാം. ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് കട്ട് ചെയ്ത ചക്കയിട്ട് നെയ്യൊഴിച്ച് ചക്കയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കപ്പ് തേങ്ങയും ഒരു കപ്പ് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചൂടുകൊണ്ട് ശർക്കര തന്നെ മെൽറ്റായി നല്ല കുഴമ്പ് രൂപത്തിലായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. നമുക്ക് ഇനി ഒരു ബൗളെടുത്ത് അതിനകത്ത് 2 കപ്പ് പൗഡർ അരിപ്പൊടി ഇട്ട് ചക്ക കുറച്ച് ജ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒത്തിരി ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അല്പം ബീട്രൂട്ട് ജ്യൂസും കൂടി ഞങ്ങൾ ആഡ് ചെയ്തു, ഒരു ഭംഗിക്ക്. പക്ഷെ അത് അബദ്ധമായിപ്പോയെന്ന് പിന്നെ തോന്നി. അങ്ങനെ ഇല എടുത്ത് ഇലക്കകത്ത് കുമ്പിൾ കുത്തി അതിനകത്ത് പരത്തി നല്ല നൈസായിട്ട് പരത്തണം. പരത്തി കഴിഞ്ഞാൽ അതിനകത്ത് ഞങ്ങൾ നേരത്തെ മാറ്റി വെച്ച് ഫില്ലിങ് എടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് കുമ്പിളൊന്ന് അടച്ച് കുമ്പിളപ്പം പുഴുങ്ങിയെടുക്കാം, ആവി ഏറ്റെടുക്കാം. നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഈർക്കിലിയോ എന്തെങ്കിലും എടുത്തൊന്ന് വഴയിലൊന്ന് കുത്തി കൊടുക്കാമേ. ഈർക്കിലിയോ ടൂത്ത് പിക്കോ കുത്തിക്കഴിഞ്ഞ് നമുക്കിത് ആവിയേറ്റി വേവിച്ചെടുക്കാം. ഇപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി ഇത് ആവിയേറ്റി വന്നപ്പോൾ വേറെ കളറായി. ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചത് വെറുതെ ആയിപ്പോയി, എന്നാലും അടിപൊളി ടേസ്റ്റി, ഉള്ളിൽ ജ്യൂസി.